ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല അടിപൊളി മഴയാട്ടോ. അവിടെ എങ്ങനെ, നല്ല മഴയുണ്ടോ? ഇന്നത്തെ മഴയുടെ ലക്ഷണം കണ്ടപ്പോൾ വിചാരിച്ചു ഇന്ന് സ്കൂളിലൊന്നും പിള്ളേരെ വിടാൻ പറ്റത്തില്ലെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ മഴയുടെ ഗതിയൊക്കെ മാറി കേട്ടോ. മൂത്തവനെ ബസ് കയറ്റി വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് തൂത്തൊക്കെ വാരി കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തൂത്ത് വാരി. ഈ വെയിലിൻ്റെ വരവ് കണ്ടാൽ വിചാരിക്കും ഈ നാട്ടിൽ മഴ പെയ്തിട്ടേ ഇല്ല എന്ന്. അങ്ങനെയുള്ള ഗതിയാണേ. ഇതോ കണ്ടില്ലേ, ബക്കറ്റ് നിറച്ച് മഴവെള്ളം വീണതാ. തെറിച്ച് സിറ്റൗട്ടിലോട്ട് വീഴുമെന്ന് കരുതിയാണേ ഞാൻ ആ മഴവെള്ളം അവിടെ ബക്കറ്റിൽ വെച്ചിരിക്കുന്നത്. ഉണ്ടല്ലോ, വൈകിട്ടത്തേക്ക് ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ. എനിക്ക് കൊല്ലം വരെ പോവേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം തന്നെ കുറച്ച് അരിഞ്ഞു വെക്കാമെന്ന് കരുതി. അപ്പോൾ ഉണ്ടല്ലോ മോൻ പറയുക ഞാനൊന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു മോനെ പതുക്കെ പോണേ, മഴ പെയ്ത് കിടക്കുകയാണ്, റോഡ് തെന്നുന്നു. ആര് പറഞ്ഞമ്മേ ഇതേ നല്ല വെയിൽ എന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കുറച്ച് നേരം സൈക്കിൾ ചവിട്ടാനൊക്കെ പോയേ. വീട്ടിലെ ജോലിയൊക്കെ ഒരുവിധം റെഡിയാക്കിയതിന് ശേഷം ഇളയ മോനെ കൊണ്ട് സ്കൂളിൽ ആക്കിയതിന് ശേഷം ഞാൻ നാത്തൂൻ്റെ വീട് വരെ ഒന്ന് പോയി കേട്ടോ. പോയത് വേറൊന്നിനുമല്ല, അവിടെ ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ കാണാനാണേ പോയത്. ഇതാണേ നാത്തൂൻ്റെ വീട്. വീടിനോട് ചേർന്നിട്ടുണ്ടല്ലോ ഒരു ഗ്യാരേജ് നടത്തുന്നുണ്ട് കേട്ടോ, 2 വീലേഴ്സിൻ്റെ ആണേ. അങ്ങനെ ആ പൂച്ചക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴംപൊരിയായിട്ട് ഞാൻ പോയി കേട്ടോ. ഇതാണേ ഞാനീ പറഞ്ഞ പൂച്ചക്കുട്ടി. അവൾ എറണാകുളത്ത് പഠിക്കുകയാണ്. അവൾക്ക് കുറച്ച് സാധനങ്ങൾ വേണം. മാമി എന്നെ ഒന്ന് കാറ്ററിംഗിൽ കൊണ്ടുപോകൂ, എനിക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് എന്നെയും കൂടെ വിളിച്ചുകൊണ്ട് കാറ്ററിംഗിൽ പോയി. അങ്ങനെ അവൾക്ക് വേണ്ട ചപ്പ് ചവറ് സാധനങ്ങളെല്ലാം അവൾ വലിച്ചെടുത്തു കേട്ടോ. എടി മതി, നീ എടുത്തത് കുറച്ച് മതി. കാര്യം 2 വീലറാണ്, കൊണ്ടുവരാൻ പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു. ഇനി 5-6 മാസത്തേക്ക് എനിക്ക് ഒന്നും വേണ്ട മാമി, അതിനുള്ള കാര്യങ്ങളെല്ലാം ആയെന്നും പറഞ്ഞ് ഞങ്ങളെങ്ങ് വന്നു. തിരിച്ചു വന്ന് നാത്തൂനുമായിട്ട് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. രാവിലെ പോയതുകൊണ്ട് തൂക്കൽ മാത്രമേ കഴിഞ്ഞുള്ളൂ കേട്ടോ. തുണി കഴുകൽ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുന്നത് വലിയ ഇഷ്ടമല്ലാത്ത ഞാൻ വീണ്ടും വാഷിംഗ് മെഷീനിൽ തന്നെ തുണിയൊക്കെ കഴുകാനിട്ട് കേട്ടോ. ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമുണ്ടല്ലോ, ഒരുപാട് സമയമെടുക്കും. അത്രയും സമയം തന്നെ എനിക്ക് വേണ്ട കല്ലിൽ കഴുകിയെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കല്ലിൽ തന്നെ കഴുകുന്നത്. പിന്നെ അത് മാത്രമല്ല, ദൂരയാത്ര, പിന്നെ അധികം മഴയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ ഈ മെഷീനകത്ത് കഴുകുന്നത്. അതെല്ലാം കഴുകി വിരിച്ചതിന് ശേഷം പിള്ളേർ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് ട്യൂഷനൊക്കെ വിട്ടതിന് ശേഷം രാത്രിത്തെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് കരുതി ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയേ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളകൊക്കെ ഇട്ടതിന് ശേഷം രാവിലെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി സാധനങ്ങളെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കുറേ നേരം അങ്ങ് അടച്ചു വെച്ചു ചെറിയ തീയിൽ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ അതിനാവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നല്ലവണ്ണം വഴറ്റി ഒരുവിധം പരുവാക്കി എടുത്തു. കൂടെ ഉണ്ടല്ലോ എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ കുക്കറിൽ വെക്കും കേട്ടോ. പക്ഷേ കുക്കറിൽ ഈ ഉള്ളി വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത്രയും അങ്ങോട്ട് നമ്മൾ ആ ചട്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഇട്ട് വഴറ്റുന്ന ആ ഒരു ഇത് വരത്തില്ല കേട്ടോ. ഇച്ചിരി വെള്ളം പോലെ കുറച്ചും കൂടി ഇതായി വരും. എനിക്കത് അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല. എങ്കിൽ കൂടിയും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴോ എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിലോ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ഉള്ളി വഴറ്റുന്നുള്ള പണികളൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മല്ലിയിലയും ഇട്ടില്ല, കരിവേപ്പില ഇട്ടില്ല. കരിവേപ്പില പിച്ചണമെങ്കിൽ രാവിലെ പോയി പിച്ചണമായിരുന്നു. ഇന്ന് പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് തിരക്കിലായത് കാരണം കരിവേപ്പിലയൊന്നും പിച്ചില്ല. പിന്നെ 3 മുട്ട എടുത്ത് പുഴുങ്ങാനിട്ടു. പുഴുങ്ങിയതിന് ശേഷം കറിയിലോട്ടൊക്കെ എടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ആ മുട്ടയിലൊക്കെ കറികൾ പെരളുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചു. ഇവിടെ ഉണ്ടല്ലോ മുട്ടക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഈ കുറുകി ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഗ്രേവി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഏട്ടനും മക്കൾക്കും എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുട്ടക്കറി ഉണ്ടാക്കിയതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ പതുപോലെ ചായ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അത് മാത്രമല്ല കേട്ടോ, എനിക്കൊരു വൈകിട്ട് വന്നപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാനൊരു ചായ അധികം ഇട്ടത്. വൈകിട്ട് കുടിച്ചതാണ്. എനിക്ക് വിത്തോട്ട് മക്കൾക്ക് മധുരമുള്ളത് എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചേ. മക്കളെ വാടാ, ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങാം, രാവിലെ നേരത്തെ അമ്മയ്ക്ക് എണീക്കാനുള്ളതാണ്. അത് കേട്ടപ്പോൾ തന്നെ 2 പേരും കൂടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.